എല്ലാവർക്കും നമസ്കാരം. ദേവീസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കൊളസ്ട്രോളുകാർക്കും ഡയറ്റുകാർക്കും എല്ലാവർക്കും കഴിക്കാവുന്ന ഒരു ബിരിയാണിയാണ്. അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇത് നമ്മൾ സോയ വെള്ളത്തിലിട്ട് കുതിർത്തി തിളച്ച വെള്ളത്തിലിട്ട് കുതിർത്തി അരിഞ്ഞു വെച്ചേക്കുന്ന സോയയാണ്. അതിലേക്ക് നമ്മൾ ചേർക്കേണ്ട സാധനങ്ങൾ: കാശ്മീരി മുളക് പൊടി, സാദാ മുളക് പൊടി കുറച്ച് ചേർത്താൽ മതി, കുരുമുളക് ചേർക്കണ്ട, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ചേർക്കേണ്ടത്. എരിവിന് ചേർത്ത് കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് മതി കേട്ടോ. വെളിച്ചെണ്ണയൊക്കെ കുറച്ച് ചേർക്കാമുള്ളൂ. നമ്മൾ ഡയറ്റുകാർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ആളാണ്, അപ്പോൾ കുറച്ചാണ് എല്ലാം ചേർക്കാമുള്ളൂ. എണ്ണമയമുള്ളത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓയിലുകളൊക്കെ ചേർക്കുന്നവർക്ക് അധികം ചേർക്കാതിരുന്നത്. ഇത് നല്ലോണം ഇങ്ങനെ വച്ച് മിക്സ് ചെയ്ത് ഈ പൊടിയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ ഇരിക്കട്ടെ. ഇത് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ, കൂടുതൽ സമയമൊന്നും വെക്കണ്ട. ഇപ്പം അരി ഇടാനുള്ള വെള്ളം, അതിൽ വെള്ളം തിളയ്ക്കാറായി. അപ്പോൾ അതിലേക്ക് ഏലക്കായ, മസാലക്കൂട്ടുകളെല്ലാം ഇതിലേക്ക് ഇടുക. വെള്ളത്തിൽ ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കുക, ചോറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്. ഇതിപ്പോൾ വെള്ളത്തിലിട്ട് അരമണിക്കൂർ കുതിർത്തിയ അരിയാണ്, കഴുകി കുതിർത്തിയ അരിയാണ്. ഇത് നമ്മൾ വെള്ളം തിളച്ചു അതിലേക്ക് ഇടുകയാണ് കേട്ടോ. ഇതിനി ഇളക്കി അരി വേവട്ടെ കേട്ടോ. അരി ഒരു 3/4 വേവ് വെന്തേച്ചാൽ മതി കേട്ടോ, കൂടുതലൊന്നും വേവരുത്. കൂടുതൽ വെന്തിട്ടുണ്ടെങ്കിൽ ഈ ചോറ് കൊള്ളില്ല. ഇനി നമ്മൾ ഇത് സോയ ശരിയാക്കാനുള്ള പാത്രം വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, വെളിച്ചെണ്ണയൊക്കെ കുറച്ചേ ഒഴിക്കാമുള്ളൂ. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടുക. ഇനി മുളകിട്ടു, സവാള, ഇതിനാവശ്യമായ ഉപ്പ്, ഇതിനാവശ്യമുള്ള ഉപ്പാണ് കേട്ടോ. സവാളയ്ക്കും കുറച്ച് ഉപ്പൊക്കെ നമ്മൾ സോയയിൽ ഇട്ടതാണല്ലോ. പലരും ചോദിച്ചു ഞങ്ങൾ ഇതെന്ത് ഉപ്പാണ് ഉപയോഗിക്കണേ എന്ന് ചോദിച്ചു. കളർ കണ്ടിട്ട് ഇത് റോസ് സോൾട്ട് അല്ലെങ്കിൽ ഇന്ദുപ്പ് എന്നൊക്കെ പറയും. ഈ പ്രഷറുകാർക്കൊക്കെ നല്ലതാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിത് ഉപയോഗിക്കണേ. അപ്പോൾ പലരും കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് എന്തുപ്പാണ് നിങ്ങൾ ഉപയോഗിക്കണേന്ന്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു തന്നത്. കുറച്ച് കറിവേപ്പില കേട്ടോ. ഇനി ഇതിപ്പോൾ നല്ലോണം വാടണം നമ്മുടെ സവാള. അരി വെന്തു, അപ്പോൾ നമ്മൾ കോരിയാണ് കേട്ടോ. അത് 3/4 ഭാഗം അരി വേവാമുള്ളൂ. നമ്മൾ ദമ്മും അരിയാണ് വയ്ക്കുന്നത്. അപ്പോൾ ദം ചെയ്യുമ്പോൾ കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ പിന്നെയും വേവും. അപ്പോൾ അതുകൊണ്ട് 3/4 ഭാഗം വേവിച്ചാൽ മതി. പിന്നെ കുതിർത്തി അരിയാണ്, അപ്പോൾ പെട്ടെന്ന് വേവും ചെയ്യും. അത് നമ്മൾ നോക്കണം ഇടയ്ക്കിടയ്ക്ക്, അല്ലെങ്കിൽ അത് വേവ് അധികമായി പോകും. നമ്മൾ ഇതിലേക്ക് കോരിയണം. കണ്ട അരി ഒന്നും ഒട്ടിപ്പിടിക്കാണ്ട് പിന്നെ ഇതായിട്ട് കിടക്കുന്നു. ഇനി വെള്ളം പോയി കഴിയുമ്പോൾ ശരിയായിക്കോളും. ഇവിടെ ഉള്ളി വാടിയിട്ടുണ്ട് കേട്ടോ. ഇനി പൊടികളൊക്കെ ചേർക്കാൻ പോവുകയാണ്. 2 സ്പൂണ് മല്ലിപ്പൊടി, കുറച്ച് കാശ്മീരി പൊടി, കുറച്ച് സാദാ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇനി കുറച്ച് ഗരം മസാലയും കൂടി ഇടും കേട്ടോ. ഇതൊന്ന് നല്ലോണം എല്ലാം മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളിയും കൂടി ചേർക്കും. ഒരു തക്കാളി ഒക്കെ മതി, ഒരുപാട് തക്കാളിയൊന്നും ചേർക്കണം, പുളി ഉണ്ടാവരുത്. അപ്പോൾ ഇതെല്ലാം പൊടികളെല്ലാം ഇപ്പം മൂത്ത് കഴിയുമ്പോഴാണ് തക്കാളി ചേർക്കണേ. തക്കാളി കേട്ടോ, ഒരു തക്കാളി.
ഈ തക്കാളി വേവാനായിട്ടേ തക്കാളി വെന്തുടയണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒഴിക്കണം. പച്ചവെള്ളം ഒഴിക്കരുത് കേട്ടോ. തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് ഇത് നന്നായിട്ട് നല്ല വെന്തുടയണം തക്കാളി. അപ്പോഴത്തേക്ക് കൂട്ടൊക്കെ ശരിയാവും. എന്നിട്ട് കുറച്ച് വെള്ളം മതി. എന്നിട്ട് നമ്മൾ അടച്ച് വേവട്ടെ. അതെ, നമ്മുടെ തക്കാളിയൊക്കെ ചേർത്ത കൂട്ട് നന്നായിട്ട് വെന്ത് കണ്ട നല്ല വേവുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ആദ്യം പുരട്ടി വെച്ച മസാലയൊക്കെ ചേർത്ത് പുരട്ടി വെച്ച സോയ ഇടുക കേട്ടോ. സോയ ഇട്ടു നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കും. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലോണം വേകണം. ഒന്ന് നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് ഇതാക്കിയതാണ്, എന്നാലും ഈ മസാലയൊക്കെ പിടിക്കണ്ടേ. അപ്പോൾ ഇത് വേവാനായിട്ട് അതിനാവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. കുറച്ച് വെള്ളം മതിയിട്ട് ഒരുപാട് വെള്ളം ഒഴിക്കരുത്. അതും തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ. പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അവിടെ ഇരുന്ന് ഇനി ഇതെല്ലാം നല്ലോണം പിടിച്ച് നല്ല വെന്ത് അപ്പോൾ ദേ നമ്മുടെ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി ഉണ്ടാകും. വെള്ളമൊക്കെ വറ്റി ഇനിയിപ്പോൾ നമ്മൾ ദമ്മിടാൻ പോവാണ് കേട്ടോ. ചോറ് ദമ്മിടാൻ പോകണം. ഇപ്പം നമ്മളിതേ ദമ്മിടാൻ പോകണം കേട്ടോ. ചോറ് കണ്ട ഒരെണ്ണം പിടിച്ചിട്ടില്ല, നല്ല ഇതായിട്ട് വെന്തേക്കണം. കണ്ട ഇത് നമ്മൾ ദമ്മിടാൻ പോകണം. അതിലേക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് ഇടുക. കുറച്ച് മല്ലിയില ഇടുക. ആഫ്രിക്കൻ മല്ലിയിലയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുന്നത്. മറ്റേ മല്ലിയില നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ആഫ്രിക്കൻ മല്ലിയിലയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് എന്നിട്ട് നമ്മൾ അടച്ച് ഇതിപ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ദമ്മിടുക കേട്ടോ. അപ്പോൾ ദമ്മിടും എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് ഇത് അടച്ച് എങ്ങനെ അവിടെ ഇട്ട് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. തീ കുറച്ച് തന്നു. തീ കുറച്ചിട്ടില്ലെങ്കിൽ അത് കഴിയും. അതെ, നമ്മൾ തുറക്കുകയാണ് കേട്ടോ. ഒക്കെ കയറി നല്ല അടിന്ന് ഇങ്ങനെയുള്ള നമ്മുടെ സോയ ബിരിയാണി നല്ല മറ്റേ ബിരിയാണിയുടെ മാതിരി തന്നെ ഇരിക്കും. നല്ല നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഇതുമാതിരി ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ചെയ്യുമെന്നോ കേട്ടോ അതെങ്ങനെ ഉണ്ട് എന്നുള്ളത്. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇപ്പം ചിക്കൻ ഇല്ലാന്നേ ഉള്ളൂ, പക്ഷേ ചിക്കനേക്കാളും ടേസ്റ്റാണ്. പറഞ്ഞാൽ വിശ്വസിക്കില്ല, പക്ഷേ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ദേവിക്കാണ് ഞാൻ ആദ്യം കൊടുക്കാൻ പോണേ. ദേവി അഭിപ്രായം പറയും കേട്ടോ. അവിടെ എന്ത് കഴിച്ചാലും നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും, മോശമാണെങ്കിൽ കൊള്ളൂല എന്ന് പറയും. അപ്പോൾ ഞാൻ ദേവിക്ക് കൊടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. എല്ലാരും കഴിച്ചു നോക്കണേ. ഇതുപോലെ ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റ് ആണ്.
നല്ല ബിരിയാണിയാണ്. എല്ലാവരും ഇതുമാതിരി ഉണ്ടാക്കി കഴിച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതുമാതിരി ട്രൈ ചെയ്യുക. ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ.